ഭീമൻ കുടിവെള്ള ടാങ്ക് പൊട്ടിയൊലിച്ചിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. തിരുവനന്തപുരം വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ജല അതോറിറ്റിയുടെ സംഭരണി പൊട്ടിയൊലിക്കുന്നത്. സംസ്ഥാനം കടുത്ത വേനലിലേക്ക് കടക്കുമ്പോഴാണ് അധികൃതരുടെ ഈ അലംഭാവം. ലോകത്തിലെ ഏറ്റവും വലിയ അമൂല്യ സമ്പത്താണ് ഇങ്ങനെ പാഴാകുന്നത്. അതും കൊടും വേനലിലേക്ക് സംസ്ഥാനം കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജല അതോറിറ്റിയുടെ സംഭരണിയാണ് പരാതി നൽകിയിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം പൊട്ടിയൊലിക്കുന്നത്. ഇത് നമ്മൾ പറയാൻ അതോറിറ്റിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ വകവയ്ക്കുന്നില്ല. അവർ പിന്നെ നോക്കാം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് 2 വർഷത്തിൽ കൂടുതലായി ഈ ടാങ്ക് ഈ സിറ്റുവേഷനാണ്. വെട്ടൂർ SN ലക്ഷം വീട് കോളനി ശുദ്ധജല വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതാണ് സംഭരണി. 2001-ൽ അന്നത്തെ മന്ത്രി TM ജേക്കബായിരുന്നു ഉദ്ഘാടകൻ. 58,000 ലിറ്ററാണ് സംഭരണശേഷി. എന്നാൽ കാലപ്പഴക്കം മൂലം വശങ്ങൾ പൊട്ടിയതോടെ സംഭരണി തകർന്നു വീഴുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ഇതിങ്ങനെ പൊട്ടി വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലെ വഴി നടക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിയിലും പിന്നീട് പഞ്ചായത്തിലൊക്കെ ചെന്ന് അറിയിച്ചു. പക്ഷെ അവർ ഇതേവരെ ഒരു നടപടി സ്വീകരിച്ചില്ല. ഇത്രയും വേഗം ഇത് ശരിയാക്കി തരണം. എല്ലാവരെയും വെള്ളം കൂടിയല്ലേ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.